കൊല്ലം സ്വദേശികളായ ലൂക്കോസ്, സാജൻ ജോർജ് എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. പന്തളത്ത് നിന്ന് പ്രജിത് മോഹനനുണ്ട്, ഒപ്പം കൊല്ലത്ത് നിന്ന് പ്രശാന്തുണ്ട്. കൊല്ലത്തെ വാർത്തകളിലേക്കാണ് പോകുന്നത്. പ്രശാന്ത്, ഇന്നലെ നമ്മൾ കണ്ടതാണ് കണ്ണീരോടെ വിട നൽകുന്നത് ജന്മനാട്, ഒപ്പം കുടുംബവും എല്ലാവരും തന്നെ. കൊല്ലത്ത് ഇന്നലെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്ന ആ സമയത്ത് അണപൊട്ടുന്ന ദൃശ്യങ്ങൾ, കണ്ടു നിൽക്കാൻ കഴിയാത്ത ദൃശ്യങ്ങളായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് രണ്ടുപേരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നതും. കൊല്ലം വെളിച്ചിക്കാല സ്വദേശി ലൂക്കോസിൻ്റെയും അതുപോലെ തന്നെ പുനലൂർ സ്വദേശി സാജൻ ജോർജിൻ്റെയുമാണ് നടക്കുന്നത്. പ്രശാന്തിലേക്ക് തിരികെ എത്താം. അപ്പോൾ പ്രജിത് മോഹനൻ ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായിട്ട്. പന്തളം സ്വദേശി ആകാശ് ശശിധരൻ്റെ മൃതദേഹം ഇന്ന് വീട്ടുവളപ്പിൽ സംസ്കരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. പ്രജിത്ത്, ഈ ഒരു ദുരന്തത്തിൽ ഏറ്റവും കൂടുതൽ പേർ മരിച്ചത് പത്തനംതിട്ട സ്വദേശികൾ തന്നെയാണ്. ഇപ്പോൾ ഈ പന്തളത്ത് ഉള്ള ആകാശ് ശശിധരൻ്റെ സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും നടക്കാൻ പോകുന്നത്? എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? ആകാശിന്റെ സംസ്കാര ചടങ്ങുകൾ രാവിലെ 11 മണിയോടെ മൃതദേഹം നിലവിൽ ഇരിക്കുന്ന ജോസ്കോ ആശുപത്രിയിലെ മോർച്ചറിയിൽ നിന്നും വീട്ടുവളപ്പിലേക്ക് എത്തിക്കും. വീട്ടുവളപ്പിൽ പൊതുദർശനത്തിന് ശേഷം ഉച്ചയ്ക്ക് 2 മണിയോടെയാണ് സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കുക എന്നുള്ളതാണ് നമുക്ക് വീട്ടുകാരിൽ നിന്ന് ലഭിക്കുന്ന വിവരം. കേന്ദ്രമന്ത്രി ജോർജ് കുര്യനൊക്കെ ഇവിടേക്ക് എത്താനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. എന്തായാലും അതിലൊരു സ്ഥിരീകരണം ഇപ്പോഴും ലഭിച്ചിട്ടില്ല. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞതുപോലെ ഈ ഏറ്റവും കൂടുതൽ ആളുകൾ മരിച്ച സ്ഥലമാണ് പത്തനംതിട്ട. 5 പേരാണ് പത്തനംതിട്ടയിൽ മാത്രം മരിച്ചത് ഈ അപകടത്തിൽ. അതിൽ 31 വയസ്സ് മാത്രം പ്രായമുള്ള ഒരാളാണ് ഈ ആകാശ്. വീടിൻ്റെ മുൻപിലാണ് നമ്മളിപ്പോഴുള്ളത്. പ്രത്യേകിച്ച് ഈ വീടിനെ പറ്റിയൊക്കെ പറഞ്ഞിരുന്നു. കാരണം ആദ്യഘട്ടത്തിൽ അച്ഛനൊക്കെ മരിച്ചുപോയ സമയത്ത് അമ്മയൊക്കെയാണ് വളരെ കഷ്ടപ്പെട്ടാണ് ആകാശിനെയും സഹോദരിയുമൊക്കെ വളർത്തിയിരുന്നത്. പിന്നീട് ഈ വീടിൻ്റെ 1ാം നിലയൊക്കെ പൂർത്തീകരിക്കുന്നത് ആകാശിൻ്റെ കുവൈറ്റിൽ നിന്നുള്ള സമ്പാദ്യമൊക്കെ കൊണ്ടാണ്. അവിടെ നിന്ന് അദ്ദേഹം ജോലിയെടുത്തുകൊണ്ടാണ്. പിന്നീട് ഒരു വിവാഹ ചടങ്ങുകളിലേക്കൊക്കെ അല്ലെങ്കിൽ വിവാഹത്തിലേക്കൊക്കെ കാര്യങ്ങൾ പോകാതിരുന്ന സമയത്താണ് ഇത്തരത്തിലൊരു അപകടം ആകാശിൻ്റെ ജീവിതം കവരുന്നത് എന്നുള്ളതാണ്. അതുമായി അങ്ങനെ വിവാഹം എന്നൊരു മോഹം ബാക്കിയാക്കിയാണ് ആകാശ് പോകുന്നത്. ഈ ഓണത്തിന് നാട്ടിലെത്താനിരുന്ന ആകാശാണ് ഇപ്പോൾ ഈ മരണത്തിന് കീഴടങ്ങിയത്. 1.5 വർഷം മുൻപായിരുന്നു അദ്ദേഹം അവസാനമായി നാട്ടിൽ വന്നത്. എന്തായാലും ഈ മരണം സംഭവിച്ചു. അതിൽ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ വളരെ വലിയ ദുഃഖത്തിലാണ്. വലിയൊരു ദുരന്തത്തിൻ്റെ ഭാഗമായി ആകാശിൻ്റെ ജീവനും നഷ്ടമായിരിക്കുന്നു. എന്തായാലും ഉച്ചയ്ക്ക് 2 മണിയോടെ സംസ്കാര ചടങ്ങുകൾ ആരംഭിക്കും. പത്തനംതിട്ട ജില്ലയിൽ മരിച്ച 5 പേരിൽ 2ാമത്തെ ആളുടെ സംസ്കാരമാണ് ഇന്ന് നടക്കുന്നത്. കഴിഞ്ഞ ദിവസം PV മുരളീധരൻ നായരുടെ സംസ്കാരം പൂർത്തിയായിരുന്നു. ഇന്ന് ആകാശിൻ്റെ സംസ്കാരം ഉച്ചയ്ക്ക് 2 മണിയോടെ നടക്കും. അതിനുശേഷമാണ് നാളെയും മറ്റന്നാളുമായിട്ടാണ് മറ്റ് പ്രത്യേകിച്ച് കോന്നി എട്ടച്ചക്കൽ സ്വദേശി സജീവ് വർഗീസ്, തിരുവല്ല മേപ്രാൽ സ്വദേശി തോമസ് ഉമ്മൻ, കീഴ്വായ്പൂർ സ്വദേശി സിബിൻ ഇബ്രഹാം എന്നിവരുടെ സംസ്കാരങ്ങളാണ് നാളെയും മറ്റന്നാളുമായി. തിങ്കളാഴ്ചയോടെ ഇത് ബാക്കിയുള്ള 3 പേരുടെയും സംസ്കാരങ്ങളുടെ ചടങ്ങുകളോട് പൂർത്തിയാകുന്നതോടെ പത്തനംതിട്ടയിൽ നിലവിൽ മരിച്ച 5 പേരുടെയും സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. ഇന്ന് 11 മണിയോടെ മൃതദേഹം ആകാശിൻ്റെ വീട്ടുവളപ്പിലേക്ക് എത്തിക്കും. ഇവിടെ മുൻപിലൊരുക്കിയിരിക്കുന്ന പന്തലിൽ പൊതുദർശനത്തിന് വയ്ക്കും. അതിനുശേഷമായിരിക്കും 2 മണിയോടെ സംസ്കാര ചടങ്ങുകൾ, അതും വീട്ടുവളപ്പിൽ തന്നെയാണ് എന്നുള്ളതാണ് വീട്ടുകാർ പറയുന്നത്, സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാക്കുക. കഴിഞ്ഞ ദിവസങ്ങളിൽ സംഭവിച്ചതുപോലെ പ്രധാനപ്പെട്ട ജില്ലാ ഭരണകൂടത്തിൻ്റെ പ്രതിനിധികളടക്കം സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുക്കും. ഏതെങ്കിലും തരത്തിൽ MLA-മാരൊക്കെ ഉണ്ടാവും. കൂടുതൽ മന്ത്രിമാരോ അല്ലെങ്കിൽ ആ രീതിയിൽ കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പങ്കെടുക്കുമെന്നുള്ള ഒരു വിവരമുണ്ട്. പക്ഷേ അതിലൊരു സ്ഥിരീകരണമായിട്ടില്ല. കൂടുതൽ സ്ഥിരീകരണത്തിന് ശേഷം മാത്രമേ നമുക്കത് ഉറപ്പിച്ച് പറയാൻ കഴിയുള്ളൂ. അങ്ങനെ പ്രധാനപ്പെട്ട ആളുകളെല്ലാം സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലുള്ള ആൾക്കാരൊക്കെ ഈ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. പ്രജിത്ത് പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് ജീവിത സാഹചര്യങ്ങൾ അല്ലെങ്കിൽ ഈ പ്രാരാബ്ദങ്ങളൊക്കെ തന്നെയുള്ള ആളുകളായിരുന്നു ഈ ഒരു ദുരന്തത്തിൽ പൊലിഞ്ഞത്, തീ വിഴുങ്ങിയത് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ ആഘോഷിൻ്റെ കാര്യം പറഞ്ഞാൽ 31 വയസ്സ് മാത്രമാണ് പ്രായം. ഇനിയും ജീവിതം ഒരുപാടുണ്ട്. കല്യാണം എന്നുള്ള മോഹം, ഒപ്പം കുടുംബം, അച്ഛനമ്മമാർ, ആ ഒരു ജീവിതമൊക്കെ തന്നെ ഒരു ദിവസം കൊണ്ട് ഇല്ലാണ്ടാകുന്ന കാഴ്ചകൾ. അത് ആകാശിൽ മാത്രമല്ല, കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ആളുകളിൽ നമ്മൾ കണ്ടതാണ്. ഇന്നലെയുള്ള ആ ദൃശ്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതാണ്. അവരൊക്കെ തന്നെ ചോദിക്കുന്നത് ഇനി തങ്ങൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. കുവൈറ്റ് തീപിടുത്തത്തിൽ മരിച്ച 4 പേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. പന്തളം സ്വദേശി ആകാശ്, ഒപ്പം കൊല്ലം സ്വദേശികളായ ലൂക്കോസ്, സാജൻ ജോർജ് എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. കുറുവ സ്വദേശി അനീഷിൻ്റെയും സംസ്കാരം ഇന്ന് നടക്കുമെന്നാണ് ഇന്നലെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നത്. പന്തളത്ത്
ആകാശ്, പന്തളം സ്വദേശി ആകാശിൻ്റെ വസതിക്ക് മുന്നിൽ നിന്ന് പ്രജിത് മോഹനാണ് വിവരങ്ങൾ നൽകിയത്. 11 മണിയോടുകൂടി തന്നെ ആകാശിൻ്റെ ഭൗതികദേഹം വീട്ടിലേക്ക് കൊണ്ടുവരും. അതിനുശേഷമായിരിക്കും സംസ്കാര ചടങ്ങുകൾ ഒക്കെ തന്നെ നടക്കുക. ഏതായാലും ആകാശിൻ്റെ വിയോഗത്തിൻ്റെ ഞെട്ടൽ ഇതുവരെയും പന്തളത്തെ ആളുകൾക്ക് മാറിയിട്ടില്ല. നാടും വീടും ഒന്നടങ്കം കാത്തിരിക്കുക തന്നെയാണ് അവസാനമായിട്ട് ആകാശിനെ ഒരു നോക്ക് കാണാൻ, യാത്രാമൊഴി ഏകാൻ. ഇനി പ്രശാന്തിലേക്കാണ് പോകുന്നത്. പ്രശാന്ത് കൊല്ലത്ത് നിന്ന് ചേരുന്നുണ്ട്. ലൂക്കോസ്, സാജൻ ജോർജ് എന്നിവരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. കൊല്ലം സ്വദേശികളായ ഈ രണ്ടുപേരുടെ സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പ്രശാന്ത് അവിടെ നിന്ന് ചേരുന്നുണ്ട്. പ്രശാന്ത്, ദുഃഖകരമായ കാഴ്ചകളാണ് ഇന്നലെ നമ്മൾ കൊല്ലത്ത് നിന്ന് കണ്ടത്. കൊല്ലത്ത് നിന്ന് മാത്രമല്ല, കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നമ്മൾ കണ്ടത് തന്നെയായിരുന്നു. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ ഈ ഭൗതികദേഹം ഏറ്റുവാങ്ങുന്ന ബന്ധുക്കളുടെ കണ്ണീർ, അത് തോരാ കണ്ണീർ തന്നെയായിരുന്നു. അതിനെയും അണയാനും പോകുന്നില്ല. കാരണം അവരുടെ ആശ്രയങ്ങളാണ് നഷ്ടപ്പെട്ടു പോയത്. ഇപ്പോൾ ഈ രണ്ടുപേരുടെ സംസ്കാര ചടങ്ങുകൾ എപ്പോഴായിരിക്കും തുടങ്ങുക? എന്താണ് ഇത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ? രജനി പറഞ്ഞതുപോലെ തന്നെയാണ്, ഒരു തോരാക്കണ്ണീരായി തന്നെ ഈ വിയോഗം, ഇവരുടെ എല്ലാം വിയോഗം മാറിയിരിക്കുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. നമുക്കറിയാം, ഒരു സംസ്ഥാനം ഒന്നാകെ ഒരു ദുഃഖത്തിൻ്റെ അലയടിപ്പിൽ നിൽക്കുന്നൊരു സാഹചര്യം കൂടിയാണ്. കഴിഞ്ഞ ദിവസം ആണ് കൊല്ലം ജില്ലയിൽ മരണപ്പെട്ട രണ്ടുപേരുടെ സംസ്കാര ചടങ്ങുകൾ നടന്നിരുന്നു. ഇനി നിലവിലുള്ള രണ്ടുപേരുടെ സംസ്കാര ചടങ്ങുകളാണ് നടക്കുന്നത്. അതിൽ വെളിച്ചിക്കൽ സ്വദേശി ലൂക്കോസിൻ്റേതാണ്, മറ്റത് സാജൻ ജോർജ്, അത് പൊള്ളേർ സ്വദേശിയാണ്. ഇവരുടെ രണ്ടുപേരുടെ സംസ്കാര ചടങ്ങുകളാണ് നടക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ലൂക്കോസിൻ്റെ ഭൗതിക ശരീരം വെളിച്ചിക്കാരിയിലെ വസതിയിലേക്ക് എത്തിക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ, സ്വകാര്യ ആശുപത്രിയിലെ മോർച്ചറിയിലാണ് ഭൗതിക ശരീരം സംരക്ഷിച്ചിരിക്കുന്നത്. അവിടെ നിന്ന് അല്പസമയത്തിനുള്ളൊരു വീട്ടിലേക്ക് എത്തിച്ചതിന് ശേഷമായിരിക്കും മറ്റ് സംസ്കാര ചടങ്ങുകളിലേക്ക് കടക്കുക. അതിലെ ഒരുക്കങ്ങളെല്ലാം ഇപ്പോൾ വീട്ടുമുറ്റത്ത് പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന ഒരു പന്തലിൽ അതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം നടക്കുകയാണ്. നമുക്കിപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സഹോദരൻ കൂടി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ചേട്ടാ, ഇനിയിപ്പോൾ എങ്ങനെയാണ് ഈ ചടങ്ങുകൾ നടക്കുന്നത്? ഇപ്പം ഇവിടുന്ന് ബോഡി കിംസ് ഹോസ്പിറ്റലിൽ കൊട്ടിയതാണ്. അവിടുന്ന് ഇപ്പോൾ എടുക്കാനായിട്ട് ആൾക്കാർ പോയിട്ടുണ്ട്. ഇവർ കൊണ്ടുവന്നതിന് ശേഷം 8 മണിക്ക് ഇവിടുന്ന് സർവീസ് തുടങ്ങി 12 മണിയോടുകൂടി അടക്കണമെന്നുള്ളതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഈ സംസ്കാര ചടങ്ങ്, അതായത് സംസ്കരിക്കുന്നത് എവിടെയാണ്? പള്ളിക്ക് അടുത്തായിട്ടാണ്. അത് ശരിക്കും അതിൻ്റെ സ്ഥലം എനിക്കറിയത്തില്ല. ഞാൻ ഡൽഹിയിലാണ് 45 വർഷമായിട്ട്. മൂത്ത സഹോദരനാണ് ഞാൻ. അപ്പോൾ ഈ വിവരം അറിഞ്ഞു വന്നതാണ്. നമുക്കറിയാം, ഇത്തരത്തിലൊരു ദുരന്തം അപ്രതീക്ഷിതമായിട്ട് സംഭവിച്ചതാണ്. അപ്പം പറഞ്ഞറിയിക്കാൻ വയ്യാത്ത വേദനയും നമുക്കിതിനകത്തുണ്ട്, ദുഃഖമുണ്ട്. എന്ത് ചെയ്യാൻ പറ്റും? കുടുംബത്തെ ഓർത്താണ് വിഷമം. 2 പെൺകുഞ്ഞുങ്ങളാണ്. അതാണ് ഞങ്ങളുടെ തീരെ ദുഃഖം എന്ന് പറയുന്നത്. നാട്ടുകാർക്ക് പ്രിയങ്കരനായിരുന്നു, വളരെ പ്രിയങ്കരനായിരുന്നു. എല്ലാ കാര്യത്തിനും ഓടി നടന്നു. എല്ലാവരെയും സഹായവും സഹകരണവും എല്ലാം കൊടുത്ത വ്യക്തിയാണ്. ഇത് നാട്ടുകാർക്ക് മൊത്തം അറിയാം. രജനി, അത് തന്നെയാണ് നാട്ടുകാർക്കൊക്കെ പ്രിയങ്കരനായിരുന്നു. ഒരുപാട് ആളുകൾക്ക് സഹായവുമൊക്കെ ആയിരുന്ന ഒരു വ്യക്തിയാണ്. ഒട്ടേറെ സ്വപ്നങ്ങളുമായിട്ടാണ് ലൂക്കോസ് ഇവിടെ നിന്ന് വിമാനം കയറുന്നത്. തൊട്ടടുത്തുള്ള ഒരു അടൂരിൻ്റെ അടുത്തൊരു എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിട്ട് വർക്ക് ചെയ്യുകയായിരുന്നു. അതിനുശേഷമാണ് പിന്നീട് വിദേശത്തേക്ക് പോകുന്നത്. 2 പെൺമക്കളാണ്. മൂത്ത മകൾ +2 പരീക്ഷ കഴിഞ്ഞ് അതിൽ ഉന്നത വിജയം കരസ്ഥമാക്കി നിൽക്കുകയാണ്. അതിൻ്റെ ആഘോഷങ്ങൾക്കായിട്ട് മകൾക്ക് സമ്മാനവുമായി വേണ്ടി അടുത്ത മാസം നാട്ടിലേക്ക് വരാനിരിക്കുമ്പോഴാണ് ഇത്തരത്തിലൊരു അപ്രതീക്ഷിത ദുരന്തം ലൂക്കോസിനെ തേടിയെത്തുന്നത്. അതിൻ്റെ ഒരു ഞെട്ടലിലും ആഘാതത്തിലുമൊക്കെയാണ് ഈ വെളിച്ചിക്കാരിലെ നിവാസികളും വളരെയേറെ ദുഃഖത്തിലും ആഘാതത്തിലൊന്നും ഇനിയും കുടുംബവും മുക്തമായിട്ടില്ല. മാത്രമല്ല, ഈ പ്രദേശവാസികളും ഈ ഒരു അപ്രതീക്ഷിത വിയോഗത്തിൽ മുക്തമായിട്ടില്ല. ഏതായാലും അല്പസമയത്തിനുള്ളിൽ സംസ്കാര ചടങ്ങുകൾക്ക് ആരംഭിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഭൗതിക ശരീരം ഏറ്റുവാങ്ങാനായി ഹോസ്പിറ്റലിലേക്ക് ഇവിടെ നിന്ന് ബന്ധുക്കളടക്കം എല്ലാവരും പോയിട്ടുണ്ട്. അതിനുശേഷമായിരിക്കും തിരിച്ച് ഈ വീട്ടിലേക്ക് എത്തുക. വീട്ടിലേക്ക് ഭൗതിക ശരീരവുമായി വരും. അതിനുശേഷമാണ് ഈ പെന്തക്കോസ്ത് വിശ്വാസപ്രകാരമുള്ള ചടങ്ങുകളായിരിക്കും നടക്കുക. ആ ചടങ്ങുകൾക്ക് ശേഷം ഭൗതിക ശരീരം സംസ്കരിക്കുന്നതിനായി കൊണ്ടുപോവുകയും ചെയ്യും. ഈ നിലവിലെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് വളരെ ഒരു ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കുടുംബവും അതുപോലെ തന്നെ നീങ്ങുന്നത്. ആ ഒരു വാക്കുകൾ കൊണ്ടൊന്നും ഇവരെ ആരെയും ആശ്വസിപ്പിക്കാൻ കഴിയാത്തൊരു സാഹചര്യം കൂടിയാണ് നിലവിലുള്ളത്. രജനി.